പ്ലാന്റ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മളൊരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ സിങ്കോണിയത്തിനെ പറ്റിയായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയി കാണൂ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സെൻസിവീരിയ പറഞ്ഞ പ്ലാന്റാണ്. ഇത് പണ്ട് കാലത്ത് ആർക്കും ഇതിനൊരു വിലയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരു വിധം നല്ല വിലയുണ്ട് ഇതിന്. നഴ്സറിയിൽ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടണമെങ്കിൽ തന്നെ 250-300 റുപ്പീസൊക്കെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ പറിച്ച് കളഞ്ഞിരുന്ന ചെടിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അതിൻ്റെ ട്രെൻഡൊക്കെ മാറി വരുന്നു. നോക്കൂ, ഇതന്നെ കണ്ടോ, പല വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ ഒരു 5-6 ടൈപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻഡോർ നല്ല ഭംഗിയാക്കാൻ പറ്റും. നമുക്കിത് ഓരോന്നും കാണാം. ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞ് നടന്നിട്ട് ഒരു നഴ്സറിയിൽ പോയപ്പോൾ 300 ഒക്കെ വില പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ തോന്നിയില്ല, വാങ്ങാണ്ട് പോന്നു. അത് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണം. വീട്ടിൽ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ കൂടെ എല്ലായിടത്തും കൂടെയും തിരഞ്ഞു, അതൊന്നും അവിടെ നിന്നൊക്കെ പോയിരിക്കുന്നു, പിന്നെ കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ എപ്പോൾ പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാ ചുറ്റും നോക്കും എവിടെയെങ്കിലും ഇത് കാണാണ്ടോന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലെ ഒരു ദൂരെ അവരുടെ പറമ്പിൽ അങ്ങോട്ട് ദൂരേക്ക് മാറി ഇത് വേലിയുടെ അരികിൽ നിൽക്കുന്നുണ്ടു. അപ്പോൾ കാർ അവിടെ നിർത്തി അവരുടെ അടുത്ത് ചോദിച്ചു, ഇതൊന്ന് ഒന്ന് തരുമെന്ന്. ഇഷ്ടംപോലെ പറിച്ചോളൂ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പറിച്ച് കൊണ്ടുവന്നിട്ട് വെച്ചതാണിത്. ഇപ്പോൾ ഇതായി പോട്ട് നിറഞ്ഞു. അതേപോലെ വേറൊരു പോട്ടിലേക്കും കൂടെ ആയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ചെറിയ പോട്ടിൽ ആദ്യം വയ്ക്കുക. അപ്പോൾ അതിലങ്ങോട്ട് നിറഞ്ഞ് അത് തിക്കായി അതിൽ വന്നാലാണ് ഭംഗി. വലിയൊരു പോട്ടിൽ 2 എണ്ണം നിൽക്കുമ്പോൾ അതിനത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇത് നോക്കൂ, ഇതിലൊരൊറ്റ ചെടിയല്ലേ ഉള്ളത്. ഇതത്ര ഭംഗിയില്ലല്ലോ. ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി വരിക. ഇതും ഇവിടെ ഒരെണ്ണം കണ്ടോ, അതും കണ്ട ഏതാണ്ട് ഒരുപോലെ ഉണ്ട്. അതിൻ്റെ അത്ര ഹൈറ്റ് വരില്ല. ഇത് കുറച്ചൊരു ഡ്വാർഫ് വെറൈറ്റിയാണ്. അതാണ് അതും ഇതും കൂടെയുള്ള വ്യത്യാസം. ഇത് വേറൊരു വെറൈറ്റിയാണ്. നോക്കൂ, ഇത് നല്ല ഉരുണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ മുരിങ്ങക്കായ പോലെ ഉരുണ്ടാണ് ഇതിരിക്കുന്നത്. ഇത് വാങ്ങിക്കുമ്പോൾ ഇത്ര ചെറിയ ഈ ലീവ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇത് രണ്ടും പുതിയ ഇത് വന്നതാണ്. ഇത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ ഉരുണ്ടിട്ടല്ല, ഇതിനൊരു നടുക്കിൽ കൂടെ ഒരു ഗ്രൂവ് ഉണ്ട്, ഒരു ചാല് പോലെ കണ്ടോ. അങ്ങനെ ആ ചാലുണ്ട്. ഇത് വളരെ ചെറിയൊരു പോട്ടിൽ, ഒരു ഗ്ലാസിൻ്റെ വലിപ്പമുള്ള ഒരു പോട്ടിലായിരുന്നു വാങ്ങിയിരുന്നത്. ആ പോട്ടിലുള്ളതിന് 250 റുപ്പീസ് കൊടുത്തിട്ടാണ്. ഇപ്പോൾ അത് വലിയ പോട്ടിലേക്ക് മാറ്റി അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, അടുത്ത വെറൈറ്റി. അത് കണ്ടോ, ശരിക്കൊരു ലോട്ടസ് ഫ്ലവറിൻ്റെ പോലെ ഇല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ പ്ലാന്റ്സ്, ഈ സെൻസിവേരിയ എല്ലാം ഉണ്ടല്ലോ, ഇത് ഒരു ഹാർഡ് ടു കിൽ കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്കിത് മഴക്കാലമൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിത് വീടിൻ്റെ ഉള്ളിലാണ്, ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ ഒരിക്കലേ നനയ്ക്കേണ്ടി വരുള്ളൂ. അല്ല നിങ്ങൾ പുറത്താണ്, സിറ്റ് ഔട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു 2 ദിവസമൊന്നും വെള്ളം ഒഴിക്കാൻ വൈകിയാലും ഈ ചെടി നശിച്ചു പോകില്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീട് പൂട്ടി പോവുകയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ പ്ലാന്റ്സാണ് നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെള്ളം കിട്ടാണ്ട് നശിച്ചു പോകില്ല. അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല ആരോഗ്യത്തോടെ വരും. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസൊക്കെ ആദ്യം ട്രൈ ചെയ്യുക. ഇതന്നെ കണ്ടോ, എത്ര ടൈപ്പാണ്. ഇനിയും കുറേ ടൈപ്സ് അവൈലബിൾ ആണ്. അതൊന്നും കളക്ട് ചെയ്തിട്ട് ഇല്ല, ഇനി നോക്കുന്നുണ്ട് അതിൻ്റെ വെറൈറ്റീസ്. വേറെ ഇത് കയ്യിലുള്ളതല്ലാത്തത് കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 2-3 ടൈപ്പ് ചെടികൾ, പല വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറി മാറി സെറ്റ് ചെയ്യാൻ പറ്റും ഉള്ളിൽ. അപ്പോൾ വീട് എപ്പോഴും ഭംഗിയായിട്ടിരിക്കും. എപ്പോഴും നമ്മൾ ഉള്ളിൽ തന്നെ വെക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് 2-3 ബാച്ച് ചെടികളുണ്ടെങ്കിൽ നമുക്കതിനെ സിറ്റ് ഔട്ടിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ചെടികൾ എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. ഈ പോട്ട്സ് എല്ലാം ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ടാണ്. നമ്മൾ ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ടിലാണെന്നുണ്ടെങ്കിൽ നനയ്ക്കുമ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിലുള്ള പൊടിയൊക്കെ പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് തുടച്ചാൽ അതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ഇതിലൊക്കെ നോക്കും, ഉണ്ടോ, നല്ല പൊടി ഉണ്ടാവും. ഉണ്ടോ, ഇടയ്ക്ക് അതൊന്ന് ക്ലീൻ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സ് എല്ലാം നമ്മൾ TV യൂണിറ്റിൽ അറേഞ്ച് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിത് ഓരോരോ റൂമിൽ വേണമെങ്കിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇത് ഏറ്റവും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. കാരണം ഇതെന്താ പറയുക, ഇതിനൊരു ക്വാളിറ്റി ഉണ്ട്. എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രസ്ഡ് വുഡ് ഫർണിച്ചറും അതേപോലെ കുക്കിംഗ് ഗ്യാസൊക്കെ ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു പൊല്യൂട്ടൻറ്റിനെ റിലീസ് ചെയ്യും. ഈ പ്ലാന്റ് അതെല്ലാം അബ്സോർബ് ചെയ്ത് എയർ പ്യൂരിഫൈ ചെയ്യും. ഇതൊരു നാസ റെക്കമെൻഡഡ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ കെയറിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ അറിയോ, ഇത് അണ്ടർ വാട്ടറിങ് ടോളറേറ്റ് ചെയ്യും. പക്ഷേ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ നനയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി, വീടിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോയി ചെടി നാശമായി പോകും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.